അച്ഛനോട് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് 16 ലക്ഷത്തിന്റെ PR കൊടുക്കാൻ മാത്രം അവസ്ഥയുണ്ടോ? മോള് പോണ്ടായിരുന്നല്ലോ. ഇപ്പൊ മനുമോളുടെ PR ആണ് മൊത്തത്തിൽ ചർച്ചാ വിഷയം. അതുണ്ടാവും, നമുക്കറിയാലോ കൊടുത്തിട്ടില്ല. ഇപ്പം ആളുകൾ ഇപ്പം ഇറങ്ങി വരുന്ന മത്സരാർത്ഥികളാണേലും പുറത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു തുടങ്ങുകയാണ്, ഇത് അനുമോളുടെ PR കാരണം ഞങ്ങൾ ഔട്ടായി വന്നേ എന്നുള്ളതാണ് സംസാരം. പിന്നെയുള്ളത് PR കൊടുത്തു, ഇന്ന വ്യക്തിക്കാണ് PR കൊടുത്തത് എന്നുള്ള ചർച്ചകളാണ് മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം നടക്കുന്നത്. ഇൻ കേസ് അനുമോൾക്ക് കപ്പ് കിട്ടിയാൽ അത് PR-ന്റേത് ഒരു വർക്കാണെന്ന് മാത്രം അങ്ങനെ അംഗീകരിക്കപ്പെട്ടു പോകും. അപ്പൊ അതിൽ വിഷമമുണ്ടോ? അതെങ്ങനെ പറയാൻ പറ്റും? ഒരാൾ അവിടെ ഇപ്പൊ എത്ര രൂപ PR കൊടുത്താലും അതിനകത്ത് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ഇപ്പൊ ഒരാൾ ഒരു എപ്പിസോഡ് കാണിക്കണമെങ്കിൽ അവരെ കണ്ടന്റ് വേണം. ആ കണ്ടന്റ് അവളോട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുവരെ നിന്നത്. പ്രേക്ഷകർ സപ്പോർട്ട് വോട്ടുള്ളത് കൊണ്ടാണ് സപ്പോർട്ട് കൊണ്ട് അവിടെ നിന്നത്. പക്ഷെ കണ്ടന്റ് കൊടുത്തില്ല എന്നെങ്കിൽ ഇത്ര പൈസ മുടക്കി നമുക്ക് നിൽക്കാൻ പറ്റും? അത് ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കോമൺ ആയിട്ട് എത്ര ഒരു 50 ലക്ഷം രൂപ മുടക്കിയാലും അവൾ അവിടെ കണ്ടന്റ് കൊടുത്താലേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അവൾ നല്ല രീതിയിൽ കളിച്ച് അവൾ ജനുവായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഡീഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി PR-ന്റെ കാര്യം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനുവിൻ്റെ ഫാമിലിയുടെ അച്ഛൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 1-2 ചാനലിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത് 1-2 ടാൾക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്, മീഡിയയാണ്. അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട് ഫുൾ ഇൻ്റർവ്യൂ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. പിന്നെ ജിഞ്ചർ മീഡിയക്കകത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ അമ്മയെക്കാളും എനിക്ക് തോന്നുന്നു അച്ഛനാണ് കൂടുതൽ ഡെസ്പായിട്ടിരിക്കുന്നത്. പുള്ളിക്കാരന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അങ്ങനെ ആണല്ലോ. കാരണം ഇത്രയും ബുള്ളിങ്ങും നെഗറ്റീവും ഇത്രയും ഡീഗ്രേഡിങ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുമല്ലോ, ഇതൊക്കെ ഉള്ളയാണോ, എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത്, മോളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറയുന്നതൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും ഡീഗ്രേഡിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവർ കാണുവാണല്ലോ. ഇവർക്ക് ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റയിൽ ഈ അനുവിനെതിരെയുള്ള ഈ ആക്രമണം അത് ഭയങ്കരമായിട്ട് ഉള്ളൊരു ആക്രമണമാണ്. കാരണം ഞാൻ കണ്ടിട്ട് പോലും വേറൊരു കണ്ടസ്റ്റൻസിനും ഇതുപോലുള്ളൊരു ഡീഗ്രേഡിങ് ഇല്ല കേട്ടോ. ആ രീതിയിലുള്ള ഒരുപാട് അക്കൗണ്ട്സുകൾ ഉണ്ടാക്കി ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ട്സുകളുണ്ട് ഇൻസ്റ്റയിൽ. അതിലെ കമൻറ്റുകളൊക്കെ വളരെ മോശമാണ്. അപ്പം ഇതിൽ അനുവിൻ്റെ അച്ഛൻ പറയുന്നത് PR-നെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതിപ്പോൾ അനുവിൻ്റെ അച്ഛൻ കൊടുക്കുന്ന മറുപടി കറക്റ്റാണ്. ഈ 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ PR കൊടുക്കാനുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലേ അനുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നത്. പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം പൈസക്കല്ലേ ഇതിനകത്ത് പോകുന്നത്. അല്ലാതെ അനുവിന് എന്താണ് വേണ്ടുന്നത്? പൈസയാണ് വേണ്ടത്. പുള്ളിക്കാരിക്ക് ഇനി പൈസയാണ്, ഫെയിമിൻ്റെ ആവശ്യമില്ല. പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഫെയിമുണ്ട്. പുള്ളിക്കാരിയെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ട്. സ്റ്റാർ മാജിക്കിലൂടെ ഒരു ഫെയിം കിട്ടിയ വ്യക്തിയാണ് അനു. അപ്പോൾ ഫെയിം വേണ്ട. പക്ഷേ മറ്റുള്ള ആൾക്കാരൊക്കെ ഇതിൽ പോയിട്ടുള്ളത് ഫെയിമിന് വേണ്ടിയിട്ടാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അനുവിന് അതുകൊണ്ട് പൈസയാണ് വേണ്ടുന്നത്, ഫെയിമിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി പുള്ളിക്കാരിക്ക് ഫെയിമുണ്ട്. അപ്പം അനുവിൻ്റെ അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. പൈസയ്ക്ക് 16 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പം അതുമാത്രമല്ല, അവർ ചിന്തിക്കാന്നേ ഉള്ളൂ. മണി ടാസ്ക്, ഈ പൈസയുടെ മണി ടാസ്ക് വരുന്നുണ്ട്, അതിനെല്ലാം എടുത്ത് ഇവർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എല്ലാ ടാക്സ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്ന എത്രയാണ്? അപ്പം ഈ 16 ലക്ഷം രൂപ കൊടുത്ത് PR പണിക്ക് വേണ്ടിയിട്ട് 16 ലക്ഷവും കൊടുത്തിട്ട് ഇതിലേക്ക് പോയിട്ട് ഇതിന് കിട്ടുന്ന ലാഭം എന്താണ്? അതാണ് ഇവിടെ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം പിന്നെ ചേച്ചി പറയുന്നുണ്ട്, അനുവിൻ്റെ ചേച്ചി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീഗ്രേഡിങ്, PR-ൻ്റെ പേരിൽ ഡീഗ്രേഡിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോയത്. ഈ PR ഇല്ലാത്തതായിട്ട് ആരുമില്ല. എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. ഈ രേണുസുതിക്ക് പോലും PR ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഈ മസ്താനിയുടെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അവർ എടുത്തുകൊണ്ട് വന്നത്. രേണുസുതിയോട് കാണിച്ചതിൻ്റെ ഒരു ഇതായിട്ടാണ് ആ PR ടീമുകൾ മസ്താനിയുടെ കുറേ വിഷയങ്ങളെടുത്ത് വൈറലാക്കിയത്. അതും PR ആണ്. രേണുസുതി കൊടുത്തിട്ട് പോയ PR-കളാണ്. അപ്പം രേണുസുതി അതുകൊണ്ടാണ് ഇപ്പം ഈ അനുവിൻ്റെ ചേച്ചി പറഞ്ഞൊരു പോയിന്റുണ്ട്. ഇപ്പം എത്ര PR കൊടുത്തിട്ട് പോയാലും അവിടെ ചെന്ന് കണ്ടന്റ് വല്ലതും കൊടുത്താലല്ലേ ഈ PR-ന് വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ PR-ന് വല്ലതും ചെയ്യാൻ പറ്റൂ? രേണുസുതിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. രേണുസുതി PR കൊടുത്തിട്ട് പോയി, അകത്ത് നിന്നിട്ട് രേണുസുതി ബേസ് ചെയ്തിട്ട് രേണുസുതി ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ PR-നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, PR-ഉം കൈയൊഴിഞ്ഞ അവസ്ഥയായി. രേണുസുതിയുടെ അക്കൗണ്ടിൽ പോലും പിന്നെ ഒരു സാധനവും ഒരു സ്റ്റോറി പോലും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അല്ലേ. എന്നാൽ പിന്നെ എല്ലാവർക്കും വോട്ടിങ് PR-ന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് വോട്ട് കയറ്റി ജയിപ്പിക്കാന്നല്ലേ ഉള്ളൂ. PR-നെ കൊണ്ട് ആ ഒരു സംഗതി നടക്കാനേ പറ്റത്തില്ല. അവരെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവർ കൊടുക്കുന്ന കണ്ടന്റും കാര്യങ്ങളും എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാം. കുറച്ച് മാസ് BGM ഒക്കെ കയറ്റിയിട്ട് ഓരോ ഷോർട്സ് ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാമും അതുപോലെ
ഈ പറഞ്ഞ കൂടുതൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇൻസ്റ്റഗ്രാമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, റീൽസും കാര്യങ്ങളൊക്കെ. അപ്പം റീൽസ് ആക്കി എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആക്കി ഇവരെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് പി ആറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അവർ ചെയ്യുന്ന പണി. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള പി ആറിനെ കൊണ്ടൊന്നും ഒരു വകയും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വോട്ടിങ്ങും പി ആറിനെ കൊണ്ട് അടിച്ചു കയറ്റി ജയിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ഷോ കൊണ്ട് എന്തോടെ അർത്ഥമാക്കുന്നത്? വോട്ടിങ്, ഈ ഒരു ഷോയുടെ വോട്ടിങ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ട് ഈ ഒരു ഷോയുടെ വോട്ടിങ് വെളിയിൽ കാണിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇത്രയും കഴിവുള്ള പി ആർ ആണെങ്കിൽ ഹോട്ട്സ്റ്റാറിലെ വോട്ട് വെളിയിൽ കൊണ്ടുവന്ന് കാണിക്കിട്ട്, ഞങ്ങൾ ഇത്രയും വോട്ട് കയറ്റി കൊടുത്തു എന്നുള്ള തെളിവ് കാണിക്കട്ട്. എന്താ കാണിക്കാത്ത? ഇതൊക്കെ വെറുതെയാണ്. ചുമ്മാ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഈ പറഞ്ഞിട്ടുള്ള അഖിൽ മാരാർ പറഞ്ഞ പോലെ കഴിവില്ലാത്തവർ അവരെ കഴിവുകേട് മറയ്ക്കാനെ കൊണ്ട് നടത്തുന്ന കുറേ നാടകങ്ങൾ മാത്രമാണ് ഇതൊക്കെ. അപ്പം നീ അടുത്തേം കൂടെ കേട്ടു നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഫുഡ് വിളമ്പണേന്റെ ചെറിയ ചെറിയ കാര്യത്തിന് അവരിങ്ങനെ വലുതാക്കി എടുത്ത് അല്ലേ, നമുക്കിപ്പോൾ പ്രഷർക്ക് മുന്നിലിട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി. മീൻസ് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് തന്നെ വിളമ്പി കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണമെന്നായിരുന്നു. ബാക്കി ഇരുന്ന ചോറിൻ്റെ ഒപ്പം കറി മാറ്റി വെച്ചിട്ട് അത് വേസ്റ്റ് ആക്കാതെ നെവിനായാലും ആരായാലും പിന്നെ കഴിക്കുമല്ലോ, അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്. നമ്മൾ ഇതിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്, അവർ ചിന്തിക്കുമ്പോൾ അവരുടെ രീതിയിൽ എടുക്കുമ്പോൾ അത് വേറെ രീതി അങ്ങനെ പോകുന്നു. അത് പക്ഷെ അത്രയും അവിടെ പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത്രയും മോശമായിട്ട് വാക്കുകൾ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വിഷമം വരും. ഒരവസരം കണ്ടല്ലോ, ഇത് അനുവിൻ്റെ വീട്ടുകാർക്ക് തന്നെ അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് തന്നെ അത്രയും ഫീൽ ആയിട്ടുണ്ട്. അപ്പം ഈ സാധാരണപ്പെട്ട ജനങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താണ് പറയേണ്ടത്? ഇതൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്ക് ഉടനെ അതിൻ്റെ അടിയിൽ കൊണ്ട് പി ആർ എന്ന് പറഞ്ഞിട്ട് ഈ ഡിഗ്രേഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അനുവിൻ്റെ ചേച്ചി തന്നെ പറയുന്നുണ്ട്, അവരെ വീട്ടുകാർക്കും വിഷമമായിട്ടുണ്ട്. കാരണം കൂടെ ഒരു നല്ലൊരു സുഹൃത്താക്കി കൂടെ കൊണ്ട് കിടന്നിട്ട് ഈ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ അനുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത്, പ്രശ്നങ്ങളാവുന്ന സമയത്ത് ജനങ്ങളെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുവാണ്. തിന്നാനെ കൊണ്ട് ഇട്ടുകൊടുക്കുന്ന രീതിയാണ് ഈ ആദിലും നൂറയും ചെയ്യുന്നത്. അതാണ് ആ കുക്കിങ്ങിൻ്റെ കാര്യം, കിച്ചണിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മൾ കണ്ടത്. അതുമല്ല, അതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതേ രീതിയിലാണ് അനുവിൻ്റെ ചേച്ചിയും പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഒരു നല്ലൊരു സുഹൃത്തിന് പറ്റിയൊരു പണിയല്ല. കാരണം കൂടെ നിന്ന് ഗെയിം കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കൂടെ നിൽക്കുന്ന ഒരാളെ സുഹൃത്തെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളെ വെച്ച് തന്നെ അയാളെ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിലേക്ക് കൊടുത്ത് ഗെയിം കളിപ്പിക്കുന്ന പരിപാടി, അത് ചീപ്പ് പരിപാടി തന്നെ, ചീപ്പ് ഗെയിം തന്നെയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിക്കുവാണെങ്കിൽ അംഗീകരിക്കാം, അതിനൊരു മാന്യത ഉണ്ട്. പക്ഷേ ഇവിടെ ഇതുപോലുള്ള പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിലേക്ക് എല്ലാവരെയും നടുവിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ആക്രമിക്കുന്ന കണ്ടിട്ട് അവിടെ മാറിയിരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ ആദിലെ നൂറ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുപോലെ അനുവിൻ്റെ ഫാമിലിക്കും തോന്നിയിട്ടുണ്ട്. അതാണ് അനുവിൻ്റെ ചേച്ചിയും പറയുന്നത്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട ഒരു സമയത്ത് എനിക്ക് അനുവിൻ്റെ അച്ഛൻ്റെ ഫേസ് ആണെങ്കിൽ ഭയങ്കര ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത്. നല്ല വിഷമമുണ്ട് പുള്ളിക്ക്. അത്രമാത്രം ബുള്ളിങ്ങാണ്, ഈ ബുള്ളിങ്ങും ഡീഗ്രേഡുമാണ് അനുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ അകത്താണെങ്കിൽ ബുള്ളിങ്, വെളിയിലാണെങ്കിൽ ഡീഗ്രേഡ്. ഇതുപോലെ ഇത്രയും ഡീഗ്രേഡ് ഉള്ളൊരു മത്സരാർത്ഥി ഈ സീസണിന് വേറെ ഒരാൾക്ക് പോലും ഇത്രയും ഡീഗ്രേഡ് കിട്ടിയിട്ടില്ല, അല്ലേ? ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു മത്സരാർത്ഥി അവിടുന്ന് ഔട്ടായി ഇറങ്ങിയാൽ പോലും അത് അനുവിൻ്റെ തലയെ കൊണ്ടങ്ങ് ഇടുവാണ്. അത് അനു കാരണമാണ് ഔട്ടായത്, അല്ലേ? ഇവിടെ അനുവിനെതിരെ ഗെയിം കളിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്, അല്ലേ? അനുവിനെതിരെ എന്തോ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ഈ നെവിൻ, അതുപോലെ അക്ബർ, ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണെങ്കിലും അവരെയൊക്കെയാണല്ലോ ജനങ്ങൾ ആദ്യം എടുത്ത് കളയേണ്ടത്. അനുവിൻ്റെ പി ആർ കാരണമാണ് ഇന്ന ആളെ എവിക്റ്റായി വന്നതെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ അനുവിനെതിരെ ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണമല്ലോ ഈ പറഞ്ഞിട്ടുള്ള ആദ്യമേ ഇറങ്ങി വരേണ്ടത്. ഇപ്പോഴും അനുവിനെതിരെ നിന്ന് സംസാരിച്ചിട്ടുള്ള, വിഷയം ഉണ്ടാക്കിയിട്ടുള്ള, പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനുവിനെതിരെ ഗെയിം കളിച്ചിട്ടുള്ളത് നെവിനാണ്. ആ നെവിൻ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ട്. നെവിൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അന്ന് നെവിൻ ഔട്ടല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെവിൻ ഞാൻ ഔട്ടല്ലേ എന്ന് അന്തം വിട്ട് നിൽക്കുന്ന ഒരു നെവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നെവിന് നല്ലോണം അറിയാമായിരുന്നു അനുവിനെതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെടുത്ത് വെളി കളയുന്നു. നല്ല ബോധത്തോടു കൂടിയാണ് ഈ നെവിൻ അന്ന് പെട്ടിയും പ്രമാണവും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട്. ആ നെവിൻ പോലും ഞെട്ടിപ്പോയി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ നെവിൻ അവിടെ എങ്ങനെ നിൽക്കുന്നു? അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോരോ ഇതാണ്. ഈ ഒരു ഇൻഡസ്ട്രി ഒരു ഗെയിമാണ്. ഒരാൾ ലൈഫ് വെച്ച് ഇത്രയും കളിക്കുമ്പോഴത്തേക്ക് ആ ഒരു 100 ദിവസം കഴിഞ്ഞിട്ട് അവർക്കൊരു ലൈഫ് ഉണ്ടെന്നൊരു വിചാരം കൂടെ നമ്മൾ
മനസ്സിൽ ഈ PR പണി ഏറ്റെടുക്കുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റുള്ള PR ടീമുകളോ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ PRകളാണ് ഈ അനുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, അല്ലാതെ അനുവിൻ്റെ PRകളല്ല മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാലും നമ്മൾ നോക്കിയത് 99 എപ്പിസോഡിലെ പ്രൊമോയും അനുവിനെ ബേസ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ അനു ഇല്ലാത്തൊരു പ്രൊമോ ഇല്ല, അനു ഇല്ലാത്തൊരു ഒരു ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളില്ല. സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ഈ ഒരു സീസണിലെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അനു തന്നെയാണ് ചർച്ച. എവിക്റ്റായി വരുന്ന ആൾക്കാരെയും ചർച്ച അനു തന്നെയാണ്, എയർപോർട്ടിൽ പോകുന്ന മീഡിയക്കാരെയും ചർച്ച അനു തന്നെ. എവിടെ നോക്കിയാലും അനുവാണ് ചർച്ച. അനു സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിലെ സംഭവം തന്നെയാണ് അനു കേട്ടോ. അതിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും അതിനകത്ത് പറയാൻ പറ്റത്തില്ല. അനു തന്നെയാണ് ഈ ഒരു സീസണിലെ കണ്ടന്റ് മേക്കർ എന്നുണ്ടെങ്കിൽ പറയാം. അവിടെ വേറെ ഇത്രയും ദിവസമായിട്ട് ഈ അനു ഉണ്ടാക്കുന്ന കണ്ടന്റും വെച്ചിട്ടാണ് മറ്റുള്ള ആൾക്കാർ അത് പ്രശ്നമാക്കുന്നത് അല്ലേ. അല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു കണ്ടന്റ് അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം അനീഷ് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കണ്ടന്റ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് അത്രയും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാടല്ലെങ്കിലും കുറച്ച് കണ്ടന്റുകളൊക്കെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്, പുള്ളിക്കാരനും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് അനുവാണ്. അനുവിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ആൾക്കാർ ചോദിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും അല്ലേ. അപ്പം ഇത്രയും ഇതുവരെ ഈ ഒരു ഇത്രയും ദിവസമായിട്ട് പോലും ആ ഒരു ഷോയുടെ ഈ പറഞ്ഞിട്ടുള്ള ഷോയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഇവർക്ക് ഇത്രയും ഫെയിം ഉണ്ടാക്കി കൊടുത്തൊരു ഷോയാണ്. ആ ഒരു ഇതുപോലും നന്ദി പോലും കാണിക്കാത്ത എത്രയോ ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഒരു കോണ്ടന്റ് പോലും സ്വന്തമായിട്ടൊരു കോണ്ടന്റ് പോലും ഉണ്ടാക്കാത്ത ആൾക്കാരല്ലേ. അപ്പം ഈ ഒരു സീസണിലെ കണ്ടന്റ് മേക്കർ തന്നെ അനുവാണ്. അപ്പം നിങ്ങളെല്ലാവരും അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.